പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച സാധാരണ ഒരു പേപ്പർ ക്ലിപ്പ്. ഈ പേപ്പർ ക്ലിപ്പ് വിറ്റ് ഇരുനില വീട് സ്വന്തമാക്കാൻ പറ്റുമോ? മണ്ടൻ ചോദ്യമാണിതെന്ന് ചിന്തിക്കാൻ വരട്ടെ. വെറുമൊരു പേപ്പർ ക്ലിപ്പ് വിറ്റ് ഇരുനില വീട് സ്വന്തമാക്കിയ ഒരാളുണ്ട് കാനഡയിൽ. പേര് കൈൽ മാക്ഡൊണാൾഡ്. ഇനി എങ്ങനെയാണ് ഒരൊറ്റ പേപ്പർ ക്ലിപ്പ് വിൽപ്പനയിലൂടെ കൈൽ വീട് വാങ്ങിച്ചതെന്ന് അറിയാം. ബാർട്ടർ സമ്പ്രദായത്തിലൂടെ എന്നാണ് ഇതിന്റെ ഉത്തരം. ജോലി നഷ്ടമായ സമയത്താണ് താമസിക്കാൻ ഒരു വീട് വേണമെന്ന ആഗ്രഹം കൈലിന് തോന്നിയത്. ഏതെങ്കിലും കമ്പനിയിലേക്ക് ബയോഡാറ്റ അയക്കുന്നതിന് പകരം കൈൽ തന്റെ കൈവശമുണ്ടായിരുന്ന ചുവന്ന പേപ്പർ ക്ലിപ്പിന്റെ ഫോട്ടോ എടുത്ത് ഒരു വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തു. ഒപ്പം ഒരു കുറിപ്പും. അതിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെ: ഇതൊരു ചുവന്ന പേപ്പർ ക്ലിപ്പാണ്. പേനയോ സ്പൂണോ ബൂട്ടോ പോലെ വലുതോ മികച്ചതോ ആയ മറ്റെന്തെങ്കിലും ഒരു വസ്തു തിരികെ കിട്ടാനായി ഞാൻ ഇത് കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വിൽപ്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി തന്റെ ഇമെയിൽ വിലാസവും കൈൽ നൽകി. ഒരു വീടോ ദ്വീപോ സ്വന്തമാക്കുന്നിടം വരെ വിൽപ്പന തുടരുമെന്നും കാര്യം മനസ്സിലായില്ലേ എന്നും കൈൽ കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. കൈലിന്റെ പേപ്പർ ക്ലിപ്പ് വാങ്ങാൻ തയ്യാറായി ആദ്യമെത്തിയത് വാൻകൂവർ സ്വദേശികളായ 2 യുവതികളാണ്. പേപ്പർ ക്ലിപ്പിന് പകരമായി മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ഒരു പേനയാണ് കൈലിന് അവർ തിരികെ നൽകിയത്. അങ്ങനെ ആദ്യ വിൽപ്പന നടന്നു. കൈകൊണ്ട് നിർമ്മിച്ച ഒരു വാതിൽപ്പടിയുമായാണ് കൈൽ പേന പിന്നെ കൈമാറിയത്. അതായിരുന്നു രണ്ടാമത്തെ വിൽപ്പന. ഈ വാതിൽപ്പടി കുക്കിംഗ് സ്റ്റൗവുമായി കൈമാറ്റം നടത്തി. മൂന്നാമത്തെ വിൽപ്പന. 2 മാസത്തിനു ശേഷം കാലിഫോർണിയയിൽ വെച്ച് കുക്കിംഗ് സ്റ്റൗ 100 വാട്ട് ജനറേറ്ററുമായി കൈൽ കൈമാറ്റം ചെയ്തു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഈ ജനറേറ്റർ ഇൻസ്റ്റന്റ് പാർട്ടി കിറ്റുമായി കൈൽ കൈമാറ്റം ചെയ്തു. അങ്ങനെ കൈമാറ്റ കച്ചവടം തുടരുന്നതിനിടെ ചില പ്രശസ്തരുമായി കൈലിന് ഇടപാടുകൾ നടത്താൻ അവസരം കിട്ടി. ക്യുബെക്കിൽ നിന്നുള്ള കൊമേഡിയനും റേഡിയോ താരവുമായ മൈക്കിൾ ബെറേറ്റെ കൈലുമായി കൈമാറ്റ കച്ചവടത്തിന് തയ്യാറായി. കൈലിന്റെ ഇൻസ്റ്റന്റ് പാർട്ടി കിറ്റിന് പകരം തന്റെ കൈവശമുണ്ടായിരുന്ന സ്നോ മൊബൈൽ നൽകി. വിൽപ്പന അങ്ങനെ പൊടിപൊടിച്ചു. ഒടുവിൽ കൈവശമെത്തിയ ഒരു സ്നോ ഗ്ലോബ് വിൽക്കാൻ പ്രശസ്ത റോക്ക് സ്റ്റാറായ ആലിസ് കൂപ്പറിനടുത്ത് കൈൽ എത്തി. എന്നാൽ അത്തവണ കൈലിന് പകരം ലഭിച്ചത് വസ്തുവായിരുന്നില്ല, സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമായിരുന്നു. എന്നാൽ അഭിനയിക്കാനുള്ള അവസരവും വിൽക്കാനായിരുന്നു കൈലിന്റെ തീരുമാനം. ഒരാൾക്കല്ല, ഒരു നഗരത്തിനാണ് കൈൽ ആ അവസരം വിറ്റത്. കാനഡയിലെ കിപ്ലിംഗ് എന്ന നഗരത്തിലാണ് അഭിനയിക്കാനുള്ള അവസരം കൈൽ വിറ്റത്. നഗരവാസികളാകട്ടെ അഭിനയിക്കാൻ കിട്ടിയ അവസരത്തിന് പകരമായി കൈലിന് ഒരു ഫാം ഹൗസ് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ കൈലിന് വീടായി. എന്നാൽ ഫാം ഹൗസിൽ താമസം തുടങ്ങി കുറച്ചു വർഷത്തിന് ശേഷം ആ വീടും കൈൽ വിൽക്കാൻ തീരുമാനിച്ചു. പഴയ ബാർട്ടർ സമ്പ്രദായത്തിലൂടെ തന്നെ. എന്നാൽ വന്ന ഓഫറുകളെയെല്ലാം ഒഴിവാക്കി ഒടുവിൽ കൈൽ ആ വീട് സൗജന്യമായി കൈമാറി. കിപ്ലിംഗ് നഗരത്തിന് തന്നെ. നിലവിൽ കിപ്ലിംഗ് നഗരം വീടിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. റെഡ് പെപ്പർ ക്ലിപ്പ് ഹൗസ് എന്നാണ് ഈ വീടിന്റെ പേര്. ന്യൂസ് ഡെസ്ക് മലയാളം ലൈവ്. The first touch of love. തേമ്പാട്ടിൽ ജ്വല്ലറി, തിരൂർ, കോട്ടയ്ക്കൽ, പുത്തനത്താണി.